ഈ ഇടയ്ക്ക് ഒരു 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 ഇൻട്രസ്റ്റിംഗ് കേസ് ഉണ്ടായി. ഒരു 9,000 സ്ക്വയർ ഫീറ്റ് ഒരു വീട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിൽ 3 AC ഇടുമ്പോഴേക്കും ട്രിപ്പായി പോകും. ഓക്കെ, അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ഫോണിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ആരാണ് നിങ്ങളുടെ ഇലക്ട്രിക്കൽ ചെയ്തത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് ഇലക്ട്രിക്കൽ ഡിസൈൻ ചെയ്തത് ഇത് ഇവിടുത്തെ ഒരു പയ്യനുണ്ട്, ഒരു 24 വയസ്സുകാരനാണ്, വളരെ മിടുക്കനായിട്ടൊരു പയ്യനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, അദ്ദേഹം പണിക്കാരനല്ലേ, ഈ പറഞ്ഞ 24 വയസ്സുകാരനൊരു ഇലക്ട്രീഷ്യനല്ലേ. ഞാൻ ചോദിച്ചത് അതല്ല, ആരാണ് ഇതിന്, എന്താണ് ഇതിൻ്റെ ടോട്ടൽ എന്നുള്ളൊരു ഓവറോൾ ആർക്കിടെക്റ്റ് അല്ലേ ഇത് ചെയ്ത്. അപ്പോൾ പറഞ്ഞു, ഇല്ല ഈ പ്രോജക്റ്റിന് ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നില്ല, അത് ആദ്യം വരച്ച ഒരാളുണ്ടായിരുന്നു, പിന്നെ വേറൊരാളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഇലക്ട്രിക്കൽ ഇന്നതാണ് വയറ്, അല്ലെങ്കിൽ ഇന്നതാണ് സ്വിച്ച് ഗിയർ, ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞത് ആരാണ്? ഇല്ല, അത് ആ പയ്യൻ തന്നെയാണ് എല്ലാം ചെയ്തത്. എന്താ പ്രശ്നം? ഈ 9,000 രൂപ വീട് വെക്കുന്ന, 9,000 സ്ക്വയർ ഫീറ്റിന് വീട് വെക്കുന്ന ആൾക്ക് ബഡ്ജറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, എവിടെയോ ഒരു പ്രൊഫഷണലിനെ ഏൽപ്പിക്കുന്നതിലെന്തോ ഒരു മാനസികമായൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് വളരെ നൈസായിട്ട് പറഞ്ഞത്, ഇത് അയാൾ ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, അയാൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ ഡിസൈൻ ഇല്ലാണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചെയ്തോളാം എന്ന് അയാൾ പറഞ്ഞതാണ് അയാൾ ചെയ്ത മിസ്റ്റേക്ക്. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇത് തന്നെ ചെയ്തോളാം, ഇങ്ങനെ ഒരു 24 വയസ്സുകാരനെ കൊണ്ട് ചെയ്യിച്ചാൽ ഇതിൻ്റെ പ്രശ്നം തീരും, അല്ലെങ്കിൽ വേറൊരു പ്രശ്നവും വരാനില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചതാണ് ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക്. പക്ഷേ ഐഡിയലി അതല്ല വരേണ്ടിയിരുന്നത്. നിങ്ങളുടെ കൂടെ ഒരു ആർക്കിടെക്റ്റും ഇതിൻ്റെ ഒരു സ്കീം ഡിസൈൻ ചെയ്യാൻ ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രോബ്ലംസ് വരില്ല, 100% വരില്ല. കാരണം അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു DB ഷെഡ്യൂൾ സെറ്റ് ചെയ്യുക, ഇതിൻ്റെ ഒരു വയറിംഗ് സ്കീം ചെയ്യുക. ഈ പറഞ്ഞ ക്ലയൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിന് പുള്ളി വാല്യൂ കൊടുത്തില്ല. അവിടെയാണ് ശരിക്കും പറയുന്നത് സമൂഹം നേരിടുന്ന ഒരു വലിയത്. ഇതിൻ്റെ അകത്ത് 24-കാരൻ വരച്ചോട്ടെ, 24-കാരൻ പണിതോട്ടെ, എല്ലാം ചെയ്തോട്ടെ, പക്ഷേ അതിനൊന്നും ഒരു തെറ്റില്ല. ചിലപ്പം ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ആൾക്ക് 24 വയസ്സ്, ചിലപ്പോൾ അയാൾ എക്യുപ്ഡ് ആയിരിക്കാം ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം മേൽനോട്ടം കൊടുക്കാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരാളിന് വാല്യൂ കൊടുക്കുകയാണെന്നാണ് ആദ്യമേ തിരിച്ചറിയേണ്ടത്. എന്ന് പറയാൻ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിവില്ല എന്ന് സമ്മതിക്കാൻ തന്നെ നമുക്ക് വേണ്ടതുണ്ട്.